കർമ്മ ന്യൂസ് ഓൺലൈൻ ചാനലിന്റെ MD വിൻസെന്റ് മാത്യു അറസ്റ്റിൽ. വിൻസെന്റിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് സൈബർ പോലീസ് ഇറക്കിയിരുന്നു. ഓസ്ട്രേലിയയിൽ നിന്ന് എത്തിയപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ചാണ് പിടികൂടിയത്. കെ അരുൺകുമാർ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ പറയും. വിൻസ് മാത്യു എന്ന് പറയുന്ന ഈ ഓൺലൈൻ ചാനലിന്റെ ഉടമ ഓസ്ട്രേലിയൻ പൗരത്വമുള്ള വ്യക്തിയാണ്. ഇയാൾക്കെതിരെ സൈബർ പോലീസ് 3 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒന്ന് കളമശ്ശേരിയിൽ നടന്നിട്ടുള്ള ഒരു സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ആ സ്ഫോടനത്തെ പിന്തുണച്ചുകൊണ്ട് കർമ്മ ന്യൂസ് ചാനലിൽ ചില വാർത്തകൾ വന്നിരുന്നു. അത് രാജ്യവിരുദ്ധ പ്രവർത്തനമൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി വന്നിരുന്നു. അതിൽ ഈ കർമ്മ ഓൺലൈൻ ന്യൂസ് ചാനലിന്റെ MDയെ 1-ാം പ്രതിയാക്കി സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. മാത്രമല്ല ഈ CMDRFൽ തട്ടിപ്പ് നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വാർത്ത പ്രസിദ്ധീകരിച്ചതുമായി ബന്ധപ്പെട്ട് വേറൊരു കേസ് കൂടി എടുത്തിട്ടുണ്ട്. അതിൽ ഈ കേസിൽ പ്രതിയായിട്ടുള്ള വിൻസ് മാത്യുവിനെ കിട്ടാത്തത് കൊണ്ട് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. ഇന്ന് രാവിലെ ഓസ്ട്രേലിയയിൽ നിന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങിയ വിൻസ് മാത്യുവിനെ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ തടഞ്ഞു വയ്ക്കുകയും പിന്നീട് സൈബർ പോലീസിന് കൈമാറുകയാണ് ചെയ്തത്. അപ്പോൾ 3-ലധികം കേസുകൾ ഉണ്ടെന്നാണ് സൈബർ പോലീസ് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് ചോദ്യം ചെയ്തതിനു ശേഷം ഇന്ന് വൈകുന്നേരത്തോടു കൂടി കോടതിയിൽ ഹാജരാക്കും.